നാലണ വീട്. നാലണ എന്ന് പറഞ്ഞ വീട്ടുപേര് മാത്രമല്ല, ഈ വീടിന്റെ അധികാരിയാണ് കനകരത്നം. കനകരത്നത്തിന്റെ അമ്മ നാലണ ശ്യാമള. അവരുടെ ആയ കാലത്ത് 4 അണ പലിശയ്ക്ക് കൊടുത്ത് പലിശ വ്യാപാരം ആരംഭിച്ചു. പിന്നീട് അവരുടെ മകളായ കനകരത്നം ആ വ്യാപാരം ഏറ്റെടുത്തു. ഭൂമി സൂര്യനെ ചുറ്റി വരുന്ന പോലെ പണത്തിന് ആവശ്യമുള്ളവർ ഈ 4 അണ നിലയത്തിനെ ചുറ്റിക്കൊണ്ടേയിരിക്കും. പലിശയ്ക്ക് വേണ്ടി കനകരത്നത്തിന്റെ ആളുകള് അവരെയും ചുറ്റിക്കൊണ്ടിരിക്കും. എടി, ഇതെന്താ ഇത്രമാത്രം വണ്ടികൾ കിടക്കുന്നേ? ഇതൊക്കെ കാണുമ്പോ ഏതോ വണ്ടിയുടെ ഷോറൂം ആണെന്ന് തോന്നുവല്ലോ. ആ, ഇവിടെ അതേപോലെയൊക്കെ തന്നെയാ ചേച്ചി. നിങ്ങൾ ഇപ്പോഴല്ലേ ഈ നാട്ടിലേക്ക് വരുന്നേ. ഇവിടെ ഈ വീട്ടിനെ പറ്റി കേൾക്കാത്തവരാരും ഉണ്ടാവില്ല. ദേ ഇവിടെ ഇരിക്കുന്ന വണ്ടികളൊക്കെ കണ്ടില്ലേ? അതിലാ മഞ്ഞ സ്റ്റിക്കറിൽ എഴുതിയിരിക്കുന്ന നോക്കിക്കേ, ശ്രീമതി കനകരത്നത്തിന്റെ ഉടമസ്ഥതയിലുള്ളത്. അപ്പൊ ഈ കനകരത്നം എല്ലാരും ഒരുപാട് സഹായിക്കുന്നത് പോലെ തോന്നുന്നല്ലോ. ഏയ് അങ്ങനെയൊന്നും അല്ല. ഇതൊക്കെ കടം വാങ്ങിയവരുടെയാ. പലിശ പേരും പറഞ്ഞ എല്ലാവരുടെ കഴുത്ത് അറുത്തുകൊണ്ടിരിക്കുക. കടം വാങ്ങിയവരുടെ കാര്യം തീർന്നു. ഇതെന്താ ഇത്? വീട് മുഴുവൻ വിലപിടിപ്പുള്ള സാധനങ്ങളാണല്ലോ. അതല്ലേ ഞാനിപ്പോ പറഞ്ഞേ, ഇതൊക്കെ കടം വാങ്ങിയവരുടെ സാധനങ്ങളാ. കനകരത്നം ചേച്ചി ഉണ്ട് ഇവിടെ? ആ ഉണ്ടല്ലോ. നിങ്ങൾ എവിടെ നിൽക്ക്, ഞാൻ പോയി പറയാം. കനകരത്നം ഇത്ര സ്വത്തുക്കളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഭർത്താവിന്റെ സപ്പോർട്ടോടെ ഉണ്ടാവുമല്ലോ. അയാൾ ഒരു പാവോ. നരസിംഹൻ എന്ന അവരുടെ ഭർത്താവിന്റെ പേര്. അയാളുടെ പേരിൽ സിംഹം ഉണ്ടെന്നേ ഉള്ളൂ. അവരെ കെട്ടിയതോടുകൂടിയേ സിംഹത്തിന്റെ കാര്യമൊക്കെ തീരുമാനമായി. 3 പിള്ളേരുള്ളതുകൊണ്ടാ അയാൾ ഇതൊക്കെ സഹിച്ചുകൊണ്ട് അവര് പറയുന്നതെല്ലാം കേട്ടിട്ട് ഇവിടെ ഇങ്ങനെ നിക്കുന്നെ. സത്യം പറഞ്ഞ ഇയാളാ കനകരത്നത്തിന്റെ ഭാര്യ. പേരില് സിംഹം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? കല്യാണം കഴിഞ്ഞപ്പോ തൊട്ട് പാവം അടുക്കള പണി തന്നെയാ. കാട്ടിലുള്ള സിംഹം എല്ലാവരെയും കൊന്നു തിന്നുമായിരിക്കും. പക്ഷെ ഈ നരസിംഹം ഉണ്ടല്ലോ, ഭാര്യയുടെ മുമ്പിൽ വെച്ച് വെള്ളം കുടിക്കാൻ പോലും പേടിയാ. മദ്യപിക്കാൻ പറ്റാത്തോണ്ടേ എന്താ ചെയ്യുന്നേന്ന് അറിയോ? എണ്ണക്കുപ്പിയുടെ ഇടയിൽ മദ്യക്കുപ്പി വച്ചിട്ടേ ഇടയ്ക്കിടയ്ക്ക് എടുത്ത് അടിക്കും. അങ്ങനെയാണെങ്കിൽ ഒരേ ഒരാൾ മാത്രമായിരിക്കും ഇത് മുഴുവൻ സമ്പാദിച്ചിട്ടുണ്ടാവുക. ആ, അവർക്കൊരു ഏട്ടനുണ്ട്, പേര് പീതാംബരൻ. എടാടാ ഒന്ന് വേഗം ആട്ടടാ. ഏയ് എന്താ നോക്കിയേക്കുന്നേ? എല്ലാം വലിച്ചേരി പുറത്തിട്. ഇതെന്താ മുഖത്തോട്ട് വലിച്ചെറിയണോ നീ? ആ വലുതും ചെറുതൊക്കെ എടുത്തോ. സാറേ അടുത്ത മാസം ഞാൻ പൈസ മുഴുവൻ തന്നു തീർത്തോളാന്നേ. അതൊന്നും പറ്റിയല്ല. ഞാൻ നിന്നോട് എന്നാ പറഞ്ഞിരുന്നേ? പണം വാങ്ങിയ സമയത്ത് ഞാൻ പറഞ്ഞതല്ലേ പലിശ കൃത്യമായിട്ടാണ് തരണോന്ന് പറഞ്ഞായിരുന്നു. എന്നിട്ട് എന്റെ പെങ്ങളൊന്നും സമ്മതിക്കില്ല. എടാടാ ഒന്ന് വേഗം ആട്ടടാ. സാറേ 1 മാസത്തെ പലിശയുള്ളൂ സാറേ. ഈ ബുദ്ധി ആദ്യം തോന്നാൻ ഞാനടാ. എടാടാ മതി നിക്ക്. ഇതൊക്കെ എടുത്തോണ്ട് പോയി അകത്തോട്ട് വെച്ചോ. നീ ചെല്ല്. ശരി സാറേ. ഇത് പെങ്ങക്ക്, ഇത് എനിക്ക്. അങ്ങനെയാണോ? നാട് മുഴുവൻ കൊള്ളയടിക്കുക അവര്. ഇതൊക്കെ എന്ത്? ഇപ്പൊ വരുവാള് ജ്വല്ലറിന്ന് ഇറങ്ങിയ പോലെ ഉണ്ടാവും. എന്റെ തിരുപ്പതി ഭഗവാനെ, എന്റെ കയ്യിൽ നിന്ന് കാശ് കടം വാങ്ങിച്ച എല്ലാവരെയും കാത്ത് സംരക്ഷിക്കണേ. വാ, നമുക്കിവിടെ എങ്ങാനും ഇരിക്കാം. കാലാണെങ്കിൽ വേദനിച്ചിട്ട് വയ്യ. അയ്യോ, എന്റെ സോഫയിലാണല്ലോ ഇരിക്കുന്നത്. അത് തേഞ്ഞു പോവല്ലോ. ബേബി ചേച്ചിയോ? നമസ്കാരം. രാവിലെ നിങ്ങൾ നടക്കാൻ വന്നില്ലല്ലോ. ഏയ് ഇല്ല. നിങ്ങൾക്കൊന്നും ആരോഗ്യത്തെ കുറിച്ച് യാതൊരു ശ്രദ്ധയില്ല. വായോ, നമുക്ക് ഈ വീടെല്ലാം കണ്ട് നടന്ന് സംസാരിക്കാം. നമ്മളിരുന്ന് അവരുടെ സോഫ തേഞ്ഞു പോയിരിക്കും. നടക്ക്. ഇങ്ങനെ പതുക്കെ നടക്കാതെ ഒന്ന് അനങ്ങി നടക്ക്. എന്റെ ചേച്ചിയുടെ മോൾക്ക് കല്യാണമായി. എല്ലാവരും ക്ഷണിക്കാനാ വന്നേ. ആ, കല്യാണായോ? ആ, വളരെ സന്തോഷം. നമ്മുടെ വീട്ടിൽ ഒരു കല്യാണം ഉണ്ടാവുമ്പോ ഞാൻ വരാതെ എങ്ങനെയാ? അവരെ ആശീർവദിച്ച് സദ്യ ഉണ്ടിട്ട് ഞാൻ തിരിച്ചു പോരും. നിങ്ങൾ തിന്നാനല്ലേ വന്നെ? അതെനിക്കറിയാം. ആ കൊഴുപ്പൊക്കെ ഒന്ന് ഉരുകട്ടെ. അനങ്ങി നടക്ക്. ഏത് സമയത്താണാവോ കല്യാണം ക്ഷണിക്കാൻ വരാൻ തോന്നി. ഒന്ന് വേഗം നടക്ക്. അല്ല ചേച്ചി, സ്ത്രീധനൊക്കെ എങ്ങനെ കൊടുക്കുന്നേ? എത്ര പവനുണ്ട്? കൊടുക്കാൻ മാത്രമേ ഞങ്ങളുടെ കയ്യിൽ ഇല്ലല്ലോ. എങ്ങനെയൊക്കെയോ തട്ടിക്കൂട്ടിയാ ചേച്ചി ഈ കല്യാണം ഞങ്ങൾ നടത്തുന്നേ. ആ, നടക്ക്. പെട്ടെന്നാവട്ടെ. എന്റെ ദൈവമേ. ഇതാ ചേച്ചി, എനിക്ക് കുറച്ച് വെള്ളം കുടിക്കാൻ. അയ്യോ, വെള്ളോ? ക്യാൻ 20 രൂപയാ. എടി പെണ്ണെ, നടന്നുകൊണ്ടിരിക്കുമ്പോ ആരെങ്കിലും വെള്ളം കുടിക്കോ? അങ്ങോട്ട് കൊണ്ടുപോയേ. നിങ്ങൾ നടക്ക്. എന്റെ പൊന്നു ചേച്ചി, നടന്നത് മതിയായി. ശ്വാസം മുട്ടിയിട്ട് വയ്യ. ആ, അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. എന്റെ ഭഗവാനെ, ഇവരൊക്കെ നടന്ന് എന്റെ തറ മുഴുവൻ തേഞ്ഞു. ഇനി മുതൽ വീടിന്റെ പുറത്ത് വേണം നടത്താൻ. ആ കൊഴുപ്പൊക്കെ അങ്ങ് പോട്ടെ. അയ്യോ, നടന്നു വരുമ്പോ തന്നെ അങ്ങനെ ഇരിക്കാൻ പാടില്ല. അത് നമ്മുടെ ആരോഗ്യത്തിന് ഒട്ടും നല്ലതല്ല. അമ്മായി,
ഇവർക്ക് വേറെന്താ കുടിക്കാൻ കൊടുക്കുക? എന്താ വേണ്ടേ? ചായ, കാപ്പി, ജ്യൂസ്? എടി, നമ്മുടെ വീട്ടിൽ നിന്ന് ഇവരൊക്കെ ചായ കുടിക്കോ? ഇവരൊക്കെ വീട്ടിൽ നിന്ന് വരുമ്പോ തന്നെ ചായയും കാപ്പിയും ഒക്കെ കുടിച്ചിട്ടാ വരിക. പിന്നെ ഇപ്പൊ ഇവരോട് ചായ വേണോന്ന് ചോദിച്ചാ ശരിയാവോ? നീ വേഗം വെള്ളം കൊടുത്തേ അവർക്ക്, നല്ല തണുത്ത വെള്ളം. ദാ, ഇത് വേഗം കുടിക്ക്. കൊടുക്ക്. എടാ കൊണ്ടുവന്നൊക്കെ അങ്ങോട്ട് വെച്ചോ. പെങ്ങളേ, ആ നാഗസുരക്കാരൻ രാമു പലിശ തരാണ്ട് കുറെ ആയില്ലേ? അവന്റെ വീട്ടിൽ നിന്ന് നാഗസുര മറ്റു കുറെ സാധനങ്ങൾ ഞാൻ എടുത്തിട്ട് വന്നിട്ടുണ്ട്. അല്ല, നിങ്ങൾ എന്തിനാ അങ്ങനെയൊക്കെ ചെയ്തത്? അതൊക്കെ തെറ്റല്ലേ? കാശല്ലേ? അതൊക്കെ ഉണ്ടാവുമ്പോ തരൂന്നേ. ഇനിയിപ്പൊ അത് വിട്. ഇനി മേലാക്കി ഇങ്ങനെയൊന്നും ആരോടും ചെയ്തു പോകരുത്. പാവങ്ങളുടെ മനസ്സ് വേദനിക്കുമ്പോ എന്റെ നെഞ്ചില് മുള്ളു കുത്തുന്ന പോലെയാ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഇയാളാ ഇവരുടെ ചേട്ടൻ. ബേബി ചേച്ചി, നിങ്ങക്ക് കല്യാണത്തിന് ഒരുപാട് പേരെ ക്ഷണിക്കാനുണ്ടാവും അല്ലേ? അല്ല, എനിക്ക് തരുന്നില്ലേ? സോറി ചേച്ചി, സംസാരിക്കുന്നതിന്റെ ഇടയിൽ മറന്നുപോയി. എല്ലാവരും കുടുംബത്തോടെ വരണേ. അതൊക്കെ പ്രത്യേകിച്ച് പറയാനുണ്ടോ? എടി, ഇതാ. അയ്യോ മനുഷ്യന്റെ ചെവി തുളച്ചു പോവാ. അയ്യോ, എനിക്ക് നെഞ്ചു വേദനിക്കുന്നേ. എന്റെ നെഞ്ച് ഇപ്പൊ പൊട്ടി പോകുവേ. അയ്യോ നിർത്ത് നിർത്ത് നിർത്ത്. ആരെങ്കിലും ഒന്ന് നിർത്താൻ പറ. അയ്യോ, ഒന്ന് നിർത്തടി. അയ്യോ, വിസിലടിച്ച് ഇവളെന്നെ മേലോട്ട് അയക്കുമെന്നാ തോന്നുന്നേ. ഈ ശബ്ദം കേട്ടിട്ട് എന്റെ നെഞ്ചൊക്കെ വേദനിക്കാൻ തുടങ്ങിയല്ലോ ഈശ്വരാ. ഇത് ആ ആ ആ എടി പെണ്ണെ, നിനക്കൊരു മര്യാദ പോലും ഇല്ലല്ലോ. എത്ര പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട് ഇതുപോലെ വിസിലടിക്കരുതെന്ന്? ഏത് നേരം അവളുടെ ഒരു വിസിലടി. ഞാൻ എന്ത് ചെയ്യാനാ അമ്മായി? എനിക്ക് ചെറുപ്പത്തിലേ അങ്ങനൊരു ശീലം ഉണ്ടായിപ്പോയി. എനിക്ക് സങ്കടം വന്നാലും സന്തോഷം വന്നാലും ആഗ്രഹം വന്നാലും ദേഷ്യം വന്നാലും ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ നടന്നാലും അങ്ങനെ പ്രത്യേകിച്ച് എന്തെങ്കിലും സംഭവിച്ചാ ഓട്ടോമാറ്റിക്കായിട്ട് വിരൽ അറിയാതെ താനേ വായിലേക്ക് പോവും. നാക്ക് തനിയെ മടങ്ങും. ഞാൻ അറിയാതെ ഇങ്ങനെ വിസിലടിച്ചു പോകുന്നതാ അമ്മായി. നീ ഇപ്പൊ എന്തിനാണ് വിസിലടിച്ചേ? ഞാൻ എന്ത് ചെയ്യാനാ? എനിക്കറിയാതെ സങ്കടം വന്നു പോയി. നിങ്ങൾ എന്നെയും കൊണ്ട് ഒളിച്ചോടിയല്ലേ നമ്മുടെ കല്യാണം നടന്നത്. അതുകൊണ്ടല്ലേ നമുക്കിങ്ങനത്തെ കല്യാണ പത്രിക അടിക്കാണ്ട് പോയത്. എനിക്കത് ഓർമ്മ വന്നപ്പോ. ഇനി ഇതേപോലെ എന്തെങ്കിലും ഓർമ്മ ഒന്ന് വിസിലടിച്ചാൽ നിന്നെ ഞാൻ കൊന്നുകളയും. കൊന്നുകളയും ഞാൻ. ഇനി എന്തിനാണ് ഈ വിസിലടിക്കുന്നത്? നിങ്ങൾ എപ്പോഴും എന്നെ ഇങ്ങനെ വഴക്ക് പറഞ്ഞാ എനിക്കത് ഭയങ്കര സങ്കടമാവും. അതുകൊണ്ടാ ഞാൻ അറിയാതെ. അമ്മേ, ഞാൻ ബാങ്കിൽ പോയിട്ട് വരാം. ഇന്ന് നിന്നോട് ബാങ്കിൽ ലീവ് എടുക്കാൻ പറഞ്ഞതല്ലേ? ഞാൻ ലീവ് പറയാൻ മറന്നുപോയി. അത് പോയി പറഞ്ഞിട്ട് വരാം. ഇത് കനകരത്നത്തിന്റെ മൂത്ത മോന്. ഇവൻ ഈ ലതയെ പ്രേമിച്ച് കല്യാണം കഴിച്ച കാരണമേ ഇവരുടെ ബാക്കിയുള്ള 2 മക്കളെയും ഇവര് കാണിക്കുന്ന പെണ്ണുങ്ങളെ തന്നെ കെട്ടണമെന്നേ വാശി പിടിച്ചിരിക്കേ ഇവര്. പക്ഷെ ഇവരുടെ 2ാമത്തെ മകനുണ്ടല്ലോ, കല്യാണം കഴിക്കുവാണെങ്കിൽ പ്രേമിച്ച് തന്നെ കെട്ടോളൂന്നും പറഞ്ഞ് വാശി പിടിച്ചിരിക്കുക. മക്കൾക്ക് എല്ലാവർക്കേ ഇവര് ദൈവങ്ങളുടെ പേരെ ഇട്ടിരിക്കുന്നെ. മൂത്ത മോന്റെ പേര് തിരുപ്പതി, 2ാമത്തേത് ഗോവിന്ദ്, 3ാമത്തെ ആള് ബാലാജി. 2ാമത്തെ ആള് ഗോവിന്ദന് വേണ്ടിയേ നാട് മുഴുവനും നടന്ന് ഒരു നല്ല പെൺകുട്ടിയെ ഇവര് നോക്കിക്കൊണ്ടിരിക്കുക. ആ ഗോവിന്ദൻ ഇപ്പൊ ഏതു പെണ്ണിന്റെ പുറകെ ആണോ എന്തോ. എന്താടാ ഗോവിന്ദ? പറയടാ ബാലാജി. ഞാൻ പറയുന്നത് അതാടാ, നീ പോയ പെണ്ണിനോട് പറ. എങ്ങനെ പറയാനാ?
കാലൊക്കെ പേടിച്ച് കിടുകിട വിറക്കിയടാ. ഏയ് നിന്നെയൊക്കെ ഉണ്ടല്ലോ. എടാ മനസ്സിൽ തോന്നുന്ന പ്രേമൊക്കെ വേഗം പോയി പറയാൻ നോക്കും. ചെല്ലടാ മോനെ, 2-3 മാസമായിട്ട് ഞാൻ കണ്ടുകൊണ്ടിരിക്കുക. ഒന്ന് വേഗം ചെല്ല്. നാണമില്ലടാ നിനക്ക്. ഒരു പെണ്ണോട് പ്രേമം തോന്നിയാ ഒരാണാണെങ്കിൽ അവളോട് പറയാനുള്ള ധൈര്യം കൂടെ കാണിക്കണം. പുള്ളി പറഞ്ഞു കേട്ടോ. ചേട്ടൻ പോയി പറയണോ അതോ ഞാൻ പോയി പറയണോ? നീ ഇങ്ങ് നോക്കിയേ, നീ പോയി പറഞ്ഞില്ലെങ്കിണ്ടല്ലോ ആ ബിസ്ക്കറ്റ് വെക്കുന്ന പയ്യൻ പോയി ആ പെണ്ണിനെ വളയ്ക്കും. നീ ഒന്ന് പോയി പറയടാ. അത് ആലോചിക്കുമ്പോ തന്നെ എനിക്ക് പേടിയാവുന്നടാ. എങ്ങനെ ഞാൻ പോയി പറയാ? എടാ വേണമെങ്കിൽ ഞാനും കൂടെ വരാം, എന്നാലും നീ ഒന്ന് പറ. എടാ, എടാ, വാ, വിടടാ. നീ കൊന്നേ വാ. എന്താടാ 3 മാസമായിട്ട് ഇവിടെ തന്നെയാണല്ലോ. ചേച്ചി ചേച്ചി പ്ലീസ് ചേച്ചി, ആ പെൺകുട്ടിയുടെ ഇവന് മനസ്സിലുള്ളതൊക്കെ ഒന്ന് തുറന്നു പറയാനാ. നീയൊക്കെ ഒരു ഫ്രണ്ടാണോ? നിനക്ക് വേറെ പണിയൊന്നുമില്ലേ? എന്തായി പറയുന്നത്? ഇവൻ എന്റെ ഫ്രണ്ടൊന്നുമല്ല, ഇവൻ എന്റെ ചേട്ടനാ. എനിക്ക് ഇവന് 1 വയസ്സിന്റെ വ്യത്യാസമുള്ളൂ. അതുകൊണ്ടാ ഞങ്ങൾ ഫ്രണ്ട്സിനെ പോലെ ഇരിക്കുന്നത്. ഇവന് കല്യാണം നടക്കാത്തതുകൊണ്ട് എനിക്ക് കല്യാണം നടക്കാത്തേ. അതുകൊണ്ടാണ് ഞാൻ ഇവന്റെ കൂടെ തന്നെ ഇങ്ങനെ ചുറ്റി നടക്കുന്നത്. പ്ലീസ് ചേച്ചി. എന്തെങ്കിലും ചെയ്യാൻ നോക്ക്. താങ്ക്സ് ചേച്ചി. നീ വന്നേ. ഭൂമിക, എനിക്ക് നിന്നെ ഇഷ്ടമല്ല. നിന്നെ ഞാൻ സ്നേഹിക്കുന്നുമില്ല. നീ അത്ര സുന്ദരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇതൊക്കെ നടക്കുമെന്ന് എനിക്ക് പേടിയാവുന്നു. അതൊന്നും ഓർത്ത് നീ പേടിക്കണ്ട, അങ്ങനെയൊന്നും നടക്കാൻ പോകുന്നില്ല. 3 മാസമായിട്ട് ഞാൻ ഇതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുക. ഇങ്ങനെ 3 സെക്കൻഡിൽ നോ പറഞ്ഞാൽ എങ്ങനെയാ? ഒന്നുകൂടെ ഒന്ന് ആലോചിച്ചിട്ട് പറ. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. ഞാൻ അത്ര സൂപ്പറൊന്നും അല്ലെങ്കിലും കാണാൻ അത്ര തരക്കേടൊന്നും അല്ലല്ലോ. ഞാൻ 3 മാസമായി നിന്നെ ശ്രദ്ധിക്കുന്നുണ്ട്. നിന്റെ കൂടെയുള്ളവൻ എന്നെ നോക്കാൻ പറയുമ്പോൾ മാത്രമാണ് നീ എന്നെ നോക്കുന്നത്. നിനക്ക് തോന്നി നീ എന്നെ നോക്കാറില്ല. നീ ആത്മാർത്ഥമായിട്ടൊന്ന് പറഞ്ഞതാ. ശരിക്കും നിനക്ക് എന്നോട് ഇഷ്ടമുണ്ടായിട്ടാണ് എന്റെ പുറകെ നടക്കുന്നത്? അത് പിന്നെ എന്റെ 10ാം ക്ലാസ് മുതൽ തന്നെ ലവ് മാരേജ് ചെയ്യുള്ളൂ ഞാൻ ഫിക്സ് ചെയ്തത്. ഇവിടെ നോക്ക്, കൂടെയുള്ളവർ പറയുന്ന കേട്ടിട്ട് പ്രേമിക്കാൻ നിൽക്കരുത്. ഒരു പെണ്ണിനെ കാണുമ്പോൾ തന്നെ അതായിരിക്കണം എന്റെ പെണ്ണെന്ന് നിന്റെ മനസ്സിൽ തോന്നണം. സത്യം പറ, എന്നെ നീ കണ്ടപ്പോ നിനക്ക് അങ്ങനെ വല്ലതും തോന്നിയോ? അങ്ങനെ തോന്നുമ്പോ പ്രേമിച്ചാ മതി. നിനക്ക് ഇഷ്ടപ്പെടുന്ന പെണ്ണ് നിന്റെ മുമ്പിൽ വരും. എന്നെ വിട്ടേക്ക്. ഇതുവരെ ഞാൻ കണ്ട പെണ്ണുങ്ങളൊന്നും എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. നീ ഓക്കെ പറ, അപ്പൊ ഫീലിങ്സ് വന്നോളൂ. എനിക്ക് നിന്നെ ഇഷ്ടമല്ല. ഇഷ്ടപ്പെട്ടില്ലെന്നോ? ഇഷ്ടപ്പെടാത്തതിന് ഒരു കാരണമെങ്കിലും നീ പറ. നിന്റെ പേരെന്താ? ഗോവിന്ദ്. ഹാ, എനിക്ക് നിന്റെ പേരേ ഇഷ്ടമല്ല. എന്റെ പേര് ഭൂമി. കല്യാണം കഴിഞ്ഞ ഭൂമി ഗോവിന്ദാവും. എന്ത് ബോറാ അത്. കേറ് കേറ്, ടൈം ആവുന്നു. വണ്ടി എടുക്കണം. പോട്ടെ, റൈറ്റ്. ഞാൻ എന്തായാലും എന്റെ പേര് മാറ്റാൻ പോവാടാ. നീ പേര് മാറ്റാൻ പോകണം? എങ്ങനെ മാറ്റാൻ പോവെന്നാ പറയുന്നേ? വിന്ദ. GO വിന്ദ. പൂക്കച്ചവടക്കാരൻ കടം വാങ്ങിയതുകൊണ്ട് ഇത്രയും പൂ കിട്ടി. ഇല്ലേ പ്ലാസ്റ്റിക് പൂ വെക്കേണ്ടി വരും. ഏ മനുഷ്യ, ഒന്നിങ്ങോട്ട് വന്നേ. പറയ കനകം. അല്ല, കനകരത്നം. നിങ്ങൾക്ക് ഈ വൃത്തികെട്ട വേഷം മാറ്റി ഒരു നല്ല പാന്റും ഷർട്ടും ഒക്കെ ഇട്ടൂടെ? ബാക്കിയുള്ളവരെ നാണം കെടുത്താൻ നടക്കുവാ. നമ്മുടെ കല്യാണം കഴിഞ്ഞപ്പോൾ വാങ്ങിച്ച 2 ജോഡി മാത്രമേ ഉള്ളൂ. അത് തന്നെ എപ്പോഴും ഇടാന്ന് പറഞ്ഞാൽ അതൊരു കഷ്ടമാ. സൈസും മാറിപ്പോയി. പുതിയ 2 ജോഡി മേടിച്ചു വരാണെങ്കിൽ ഞാൻ ഇട്ടുകൊണ്ട് നടക്കാം. ഞാൻ നിങ്ങളെ കല്യാണം കഴിച്ച തന്നെ വലിയ കാര്യം. ഇനി നിങ്ങൾക്ക് തുണി വാങ്ങി തരണോ? മര്യാദയ്ക്ക് പോയിട്ട് പാന്റും ഷർട്ടും ഇട്ടോണ്ട് വാ. പൂജ കഴിഞ്ഞിട്ട് പുറത്ത് കുറച്ച് പണിയുണ്ട്. എന്നാ ശരി ചേച്ചി, ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങുവാ. അയ്യോ, ഇത്ര ധൃതി എന്താ? കുറച്ചു നേരം ഇരിക്കേ, പൂജയ്ക്ക് സമയമായല്ലോ. ഫോൺ അവിടെ പൂജ കഴിഞ്ഞ് പ്രസാദമൊക്കെ കഴിച്ച് മെല്ലെ പോവാ പോരെ? അയ്യോ എടി, എന്റെ ഫോൺ കാണാനില്ല. എവിടെ വെച്ചത്? ഈ ടീപ്പോയുടെ മുകളിലാ വെച്ചിരുന്നേ. അതിനിവിടെ ഒന്നും കാണുന്നില്ലല്ലോ. ഇവിടെ വെച്ചിട്ടാ ഞാൻ ഈ സോഫയിലേക്ക് ഇരുന്നേ. പിന്നെ ഇതെവിടെ പോയി? എല്ലായിടത്തും ഒന്ന് നന്നായിട്ട് നോക്ക്. ഇവിടെ തന്നെ വെച്ചെന്ന് ഉറപ്പാണോ? ഇതെവിടെയാണോ? കാണുന്നില്ലല്ലോ. ഒന്ന് നിക്ക്, ഞാനൊന്ന് വിളിച്ചു നോക്കാം. വിളിച്ചിട്ട് കാര്യമൊന്നുമില്ല. സൈലന്റിൽ വെച്ച് വൈബ്രേഷൻ ആക്കിയേക്കുക. അപ്പൊ വൈബ്രേറ്റ് ചെയ്യുന്ന ശബ്ദം കേൾക്കുമല്ലോ. അയ്യോ, ഈ പൊട്ട ഫോണിനെ ഇക്കിളിയാക്കിക്കൊണ്ടിരിക്കുവാണല്ലോ. എന്റെ അമ്മയ്ക്ക് എല്ലാത്തിലും നല്ല ശ്രദ്ധയാ. ഫോൺ എത്ര സൂക്ഷിച്ചാ വെച്ചേ നോക്ക്. ഫോണൊക്കെ ഇങ്ങനെ ശ്രദ്ധയില്ലാണ്ട് അവിടെ ഇവിടെ ഇടാൻ പാടുണ്ടോ ചേച്ചി? എന്റെ പൊന്നു മോളെ, ചെറിയമ്മേ,
എന്റെ മോളെ ചെറിയമ്മേ, ലതേ, ചെറിയമ്മേ. ഒന്ന് നിർത്ത്. ഒരു വിസിലടി എന്നെ താങ്ങാൻ പറ്റുന്നില്ല. അപ്പഴാ നിങ്ങളുടെ വകയും കൂടി ഒരു വിസിലടി. ക്ഷമിക്കണേ, എന്റെ ഈ മോളെ കണ്ട സന്തോഷത്തില് വിസിലടിച്ചു പോയതാ. ലത മോള് എന്റെ ചേട്ടന്റെ മോളാ. പക്ഷെ ചേട്ടനും ചേച്ചിയും മരിച്ചതിന് ശേഷം എന്റെ സ്വന്തം മോളായിട്ടാ വളർത്തിയത്. ഇവളുടെ കല്യാണത്തിന് ഞാൻ തരാന്ന് പറഞ്ഞ പണത്തിന്റെ ഈ മാസത്തെ അടവാ ഇത്. എമൗണ്ട് കുറവാണല്ലോ. കല്യാണങ്ങൾക്ക് സദ്യ ഉണ്ടാക്കിയല്ലേ ഞാൻ സമ്പാദിക്കുന്നേ. കഴിഞ്ഞ മാസം കല്യാണങ്ങൾ കുറവായിരുന്നു. ഈ മാസം വീണ്ടും മുഹൂർത്തങ്ങൾ ആരംഭിച്ചേക്കുന്നേ. ഈ പണം തന്നെ കഴിഞ്ഞ മാസം ഒരു വിശേഷ ദിവസം സദ്യ ഉണ്ടാക്കിയതിന് കിട്ടിയതാ. നിങ്ങൾ എനിക്കൊരു സഹായം ചെയ്യണം. എത്രയും പെട്ടെന്ന് ലതയുടെയും തിരുപ്പതിയുടെയും ശാന്തി മുഹൂർത്തം നടത്തണം. രണ്ടുപേർക്കും അപ്പോഴാ സന്തോഷം ഉണ്ടാവുക. കല്യാണം കഴിഞ്ഞിട്ട് തന്നെ 1 വർഷം ആവാൻ പോവാ. അത് 10 വർഷമായാലും ഇങ്ങനെ തന്നെയാ. തരാനുള്ള പൈസ മുഴുവൻ തരണം. അതുവരെ മുഹൂർത്തം കുറിക്കുന്ന പ്രശ്നമില്ല. അയ്യോ, എന്റെ നെഞ്ചു വേദനിക്കുന്നേ, ഒന്ന് നിർത്തടി. ഇത് നോക്ക്, എന്റെ അമ്മയുടെ ഈ മാസത്തെ ഹോസ്പിറ്റൽ ചെക്കപ്പ് നിങ്ങൾ നടത്തണം. 3 മാസം കൊണ്ട് ഇത്രയായോ? എന്റെ ഭഗവാനേ. അത് കൊട്ടിക്കർപ്പൂരോ 6 മാസമായിട്ട് അത് തന്നെ കത്തിച്ചോണ്ടിരിക്കുന്നത്. ഏയ് നിക്ക് നിക്ക് നിക്ക്. ഓ, ഇത് ഭൂതക്കണ്ണാടി കൊണ്ട് നോക്കിയാൽ പോലും കാണില്ലല്ലോ. കണ്ണു അടിച്ച് വായിൽ വെക്ക്. പ്രസാദം കണ്ണിന് പോലും പിടിക്കുന്നില്ല. ഇതെങ്ങനെ കണ്ണടച്ച് വായിൽ വെക്കാനാ? ഊതിയ പറന്നു പോവല്ലോ. ഇങ്ങനെയുള്ളവർക്കാണല്ലോ ദൈവമേ എല്ലാം കൊടുക്കുന്നത്. പൂജയ്ക്ക് വരുമ്പോ വെറും കൈയോടെ വരാൻ പാടില്ല. വേഗം വേഗം കാണിക്കീട് കാണിക്കീട്. വേഗം വാ. തിരുപ്പതിനേക്കാളും വലിയ കാണിക്കാണല്ലോ. എന്റെ കയ്യിലുള്ള പൈസ മുഴുവൻ തീർക്കുമെന്ന് തോന്നുന്നു. എന്നാ പോയിട്ട് വരാം. ശരി ശരി ശരി. ഗോവിന്ദൻ, ഞാൻ വന്നു കഴിഞ്ഞു. ഈ കല്യാണ ബ്രോക്കർ എന്തിനാണ് ഇങ്ങോട്ട് വന്നത്? ബ്രോക്കർ എന്തിനാ വരുന്നത്? നിനക്ക് ഏതെങ്കിലും കല്യാണാലോചനയായിട്ട് വന്നതായിരിക്കും. എന്താ മാളവികേ, ഇപ്പോഴാണോ വരുന്നേ? കുറച്ചുകൂടെ നേരത്തെ വരായിരുന്നില്ലേ? ദാ ഇപ്പോഴാ പൂജ കഴിഞ്ഞത്. എന്റെ ദൈവമേ, കാണിക്കുന്നപ്പ ഞാൻ രക്ഷപ്പെട്ടു എന്നാ തോന്നുന്നു. പൂജയ്ക്ക് എങ്ങനെ പോകുന്നു? എനിക്ക് കുറച്ച് ജോലി ഉണ്ടായിരുന്നു. ജോലിയെ മുഖ്യം എന്നൊക്കെ പറയും. ഇതുവരെ എന്റെ മോനൊരു കല്യാണക്കാരൻ കൊണ്ടുവരാൻ നിനക്ക് പറ്റിയിട്ടില്ലല്ലോ. അമ്മേ പ്ലീസ് അമ്മേ, എനിക്കിപ്പോ കല്യാണമൊന്നും വേണ്ട. ഞാൻ സമ്മതിക്കില്ല. ഇങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ഗോവിന്ദ? ഇത്തവണ നിനക്ക് വേണ്ടി A ക്ലാസ് ഫാമിലിന്ന് ഒരു പെണ്ണിനെ നോക്കിയിരിക്കുന്നത്. എനിക്ക് A ക്ലാസ്സും വേണ്ട B ക്ലാസ്സും വേണ്ട. എന്നെ ഒന്ന് ഫ്രീ ആയി വിട്ടാ മതി. അങ്ങനെ വെറുതെ വിടാനൊന്നും പറ്റില്ല. പെണ്ണ് റെഡി ആയിട്ടുണ്ടെന്ന് പറഞ്ഞ് എത്ര കോളാ വന്നേന്ന് അറിയോ നിനക്ക്? വാ നമുക്ക് പോവാം. പെട്ടെന്ന് റെഡിയാവാൻ നോക്ക്. പെണ്ണ് വീട്ടിലെ വെയിറ്റ് ചെയ്തിരിക്കുക. ഷെൽബി, എനിക്ക് കുറച്ച് കാപ്പി എടുത്തേ. അമ്മേ, വെറുതെ ഇങ്ങനെ കാപ്പി കുടിക്കാതെ. ഇപ്പൊ തന്നെ 3-4 എണ്ണം കുടിച്ചു കഴിഞ്ഞല്ലോ.
ഇങ്ങനെ കുടിച്ചാ ആരോഗ്യത്തിന് കേടാണ്. ഒരു കപ്പ് കാപ്പി കുടിച്ച് എന്നതാടി പറ്റുന്നേ? നീ വേഗം എടുത്തേ. അപ്പൊ ഞാൻ പറയുന്നത് കേക്കില്ലല്ലേ? എന്നാ അനുഭവിച്ചോ. ഇന്ന അങ്ങോട്ട് കുടിക്ക്. ഇനി എങ്ങാനും നെഞ്ചെരിയുന്നു അൾസർ എന്നൊക്കെ പറഞ്ഞോണ്ട് വന്നാലുണ്ടല്ലോ, അപ്പൊ മേടിക്കും എന്റെ കയ്യിന്ന്. ഗീതേ, ചേച്ചിയെ വേഗം റെഡിയാക്കാൻ നോക്ക്. ചെറുക്കന്റെ വീട്ടുകാര് അവിടെ നിന്ന് പുറപ്പെട്ടു എന്നാ പറഞ്ഞേ. കുറച്ചു മുമ്പ് ബ്രോക്കറെ വിളിച്ചിരുന്നു.